സോ ഈ വിശ്വസോട് കൂടിയാണ് നമ്മളിപ്പോ എപ്പോഴും ലോകത്തിന് മുമ്പിലെ ഒരു വിഷോട് കൂടിയാണ്, ഈ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ഇപ്പൊ നമുക്ക് വിഷ് ചെയ്യാവുന്ന ഏറ്റവും നല്ല വിഷ് ഇത് തന്നെയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക് എന്നോ അല്ലെ ബെസ്റ്റ് വിഷ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിഷസ് ഇതാണ്. കാരണം എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ ഭാഗ്യം പരീക്ഷിക്കാൻ, അല്ലെ എങ്ങോട്ടെങ്കിലും പോയിട്ട് വേണ്ടേ ഒരു ബെസ്റ്റ് വിഷസ് കൊടുക്കാൻ. അപ്പൊ അതില്ല, മറിച്ച് സുഖമായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ, സേഫ് ആയിരിക്കട്ടെ ഒരു പ്രാർത്ഥനയോട് നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ഞാൻ എല്ലാ പ്രോഗ്രാമിനും ഈ ഒരു വാർത്തയാണ് കാണിക്കുക. കാരണം ഈ ഒരു വാർത്തയാണ് ആക്ച്വലി ഈ പ്രോഗ്രാമിന് തുടക്കം കുറിക്കാൻ കാരണം. ഈ വാർത്ത എന്തായിരുന്നു? സർക്കാർ ആശുപത്രികളിൽ 31 വരെ കോവിഡ് ചികിത്സ മാത്രം. 31 എന്നുള്ള വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് നാളെ കൂടി വരെ അല്ല, അത് കഴിഞ്ഞാലും കോവിഡ് രോഗികളുടെ ഇന്റൻസിറ്റി കുറയുന്നത് വരെ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും കൊറോണ പേഷ്യൻസിന് മാത്രം റെസ്ട്രിക്ട് ചെയ്തു എന്ന ഒരു വാർത്തയുടെ പുറയിൽ എന്താണ് മറ്റ് അപകടങ്ങളുള്ളത്? നമ്മുടെ നാട്ടിൽ കൊറോണ പേഷ്യൻസ് മാത്രമല്ല, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, ഹൃദ്രോഗികളുണ്ട്, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്, വൃക്കയുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കുട്ടി ഡയാലിസിസ് ചെയ്തിട്ട് എനിക്ക് ഡയാലിസിന്റെ പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ടി വിയിൽ വാർത്ത വന്നിട്ട് പിറ്റേ ദിവസം ആ കുട്ടി മരിച്ച കുട്ടിയല്ല, കുറച്ച് പ്രായമുള്ള ആള് മരിച്ച നമ്മൾ ഭയങ്കര ലൈവായിട്ട് ടി വിയിലൊക്കെ ചർച്ച കണ്ടതാണ്. അപ്പോൾ ഈ ഒരു വാർത്തയുടെ ബാക്കി പത്രങ്ങളാണത്. കാരണം ഇത് നമുക്ക് ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇവിടുത്തെ ഡോക്ടർമാരെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അവർക്ക് ഇപ്പോഴത്തെ സംവിധാനങ്ങൾ പൂർണ്ണമായും ഉപയോഗിച്ച് പ്രതിരോധിച്ചെങ്കിൽ മാത്രമേ ആളുകൾ പിടഞ്ഞു വീണ് മരിക്കുന്നത് തടയാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും വലിയ ശത്രുവിനെ നേരിടാൻ നിൽക്കുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ, കുഞ്ഞല്ല ഇതൊന്നും ഞാനീ പറഞ്ഞ ഹൃദ്രോഗമൊന്നും കുഞ്ഞല്ലല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയതല്ലേ. കാരണം പ്രൈവറ്റ് സെക്ടറിൽ പിന്നെ എന്നാ സാർ സർക്കാർ പോട്ടെ, പ്രൈവറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് സെക്ടറിൽ 50% കണ്ട് കൊറോണ റിസർവ്ഡ്. അപ്പോ പിന്നെ എന്താണ് വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗം വന്ന രോഗികളെ എങ്ങനെയും നമ്മൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ രോഗത്തിന്റെ കാറ്റഗറിയിലേക്ക് ഒരാളും പോവാതിരിക്കട്ടെ ഇനി. അപ്പോൾ അതിന് പോവാതിരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ കൊണ്ടുപോയത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ അവനവന്റെ ആരോഗ്യം എൻഹാൻസ് ചെയ്യാവുന്ന വിഷയത്തിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഈ ഗോപാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ സജീവ് സാറിനെ കുറിച്ച് കടക്കുന്നില്ല. ഈ മനുഷ്യനാണ് ഈ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ പുറകിൽ. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ സജീവ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് അദ്ദേഹത്തെ കുറിച്ച് മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇതൊരു ഫുൾ പേജ് ഉണ്ട്, ഞാൻ നമുക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഹാഫ് പേജ് ഇട്ടുള്ളൂ. അപ്പോ അദ്ദേഹം ഒരു ഓർഡിനറി സയന്റിസ്റ്റ് അല്ല, ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി സയന്റിസ്റ്റ്. നമ്മൾ എപ്പോഴും എക്സ്ട്രാ ഇടുന്നവരെയാണ് എക്സ്ട്രാ ഓർഡിനറി എന്ന് വിളിക്കുക. ഒരു 300 വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഇപ്പോഴത്തെ കണ്ണി. അദ്ദേഹത്തിന്റെ നോട്ടം ആയുർവേദത്തിൽ മാത്രമല്ല ചെന്ന് നിന്നത്, നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന പാഴ്ചെടികൾ, പാഴ്കളകൾ, അതിലെ ഔഷധ മൂല്യത്തെ കുറിച്ച് കൂടി അദ്ദേഹം സ്റ്റഡി നടത്തുന്നുണ്ട്. നമ്മുടെ ഈ മുത്തശ്ശി വൈദ്യം എന്ന് നിങ്ങൾ കേട്ട് കാണും അല്ലെ. മുത്തശ്ശി വൈദ്യത്തിൽ ഒരു മുത്തശ്ശി എന്താ ചെയ്യുക? എന്തെങ്കിലും പറ്റിക്കഴിയും മുത്തശ്ശി നേരെ പുറകിലേക്ക് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ചെടിയുടെ ഇല പറിച്ചിട്ട് അത് പിഴിഞ്ഞ് അത് കൊണ്ട് ചെയ്യുമ്പോൾ അസുഖം മാറുന്ന ഒരു പുരാതന അറിവ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ മുത്തശ്ശി വൈദ്യത്തിന്റെ അറിവിന് പുറകിൽ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ ഔഷധ മൂല്യമില്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ റിസർച്ച് എല്ലാം പോയത് ഈ നമുക്ക് ചുറ്റുവട്ടത്ത് കാണുന്ന പാഴ്ചെടികൾ, പാഴ്കളകൾ. അതുകൊണ്ടാണ് ഈ വാർത്ത ഇങ്ങനെ തന്നെ വന്നത്. കളയൊന്നും കളയല്ല, കളയെന്നു കരുതി കളയല്ലേ, കളിവാക്കല്ല കളവല്ല, കളയിലുമുണ്ട് മാണിക്യം. സജീവ് ഡോക്ടർ ആപ്തവാക്യമാണ്. അപ്പൊ ആ മാണിക്യങ്ങളെ കണ്ടെത്തിയ അദ്ദേഹം, അതാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ പ്രത്യേകത. സാധാരണ ഓർഡിനറി സയന്റിസ്റ്റും ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി സയന്റിസ്റ്റ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു യൂട്യൂബ് വൈറൽ വീഡിയോ കണ്ടു കാണും. ഒരു കുട്ടി ഈ കടന്നല് കുത്തിയ കഥ പറയുന്നു അല്ലെ. കാച്ചിന്റെ ഇതടിച്ച് തേച്ചപ്പോൾ കടന്നലിന്റെ കുത്തുമാറി എന്ന് പറയുന്നെങ്കിൽ അതിന്റെ പുറകിൽ സയൻസ് ഉണ്ടാവണം, അല്ലാതെ മന്ത്രമൊന്നുമല്ലല്ലോ. സയൻസ് എന്താണ്? ഈ ഓരോ ചെടിക്കകത്തും ഓരോ ഫൈറ്റോ ന്യൂട്രിയന്റ്, ഫൈറ്റോ കെമിക്കൽസ് ഉണ്ടാവും, വ്യത്യസ്ത തരം. അത് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ആ ന്യൂട്രിയൻസിന്റെ ശക്തിയും രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യമാണ്. ഇവിടെയൊക്കെ ആരൊക്കെയാണോ താമസിക്കുക, അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അത് ആ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും. ഈ ആശയം മുൻനിർത്തി സജി ഡോക്ടർ നമുക്ക് ഈ കൊറോണ കാലത്ത് തന്ന, ഇത് കൊറോണയ്ക്കുള്ള മരുന്നൊന്നും അല്ല കേട്ടോ, പവൻ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ധൈര്യമാണ്. ധൈര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ചുള്ള ധൈര്യമാണ്. ആര്യവേപ്പും ആടലോടകവും പോലെ 10-15 പ്ലാന്റുകളുടെ ഫൈറ്റോ ന്യൂട്രിയൻസിന്റെ
ഫൈറ്റോ ന്യൂട്രിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പോലത്തെ ഇലകൾക്കകത്തുള്ള അല്ലെങ്കിൽ അതിന്റെ തടിക്കകത്തുള്ള കെമിക്കൽസ്. ഫൈറ്റോ എന്ന വാക്കിന്റെ അർത്ഥം സസ്യം എന്നാണ്. അപ്പോൾ ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് ഇമ്മ്യൂണജൻ. ഇപ്പൊ ആടലോടകം നമുക്കറിയാം അല്ലെ, ചുമ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സാധാരണ കഴിക്കുക. അപ്പൊ ചുമ ഉണ്ടാകുന്ന എവിടെയാ? റെസ്പിറേറ്ററി, ശ്വാസകോശത്തിലാണ്. അപ്പൊ ശ്വാസകോശത്തിൽ പോയി അത്ഭുതം കാണിക്കാൻ കഴിവുള്ള ആടലോടകം അതിനകത്തെ ആ ന്യൂട്രിയന്റിന്റെ സ്വരസം അതെടുത്തിട്ട് അതിന്റെ കൂടെ ആര്യവേപ്പും വള്ളി ഒഴിഞ്ഞയും നിലംപരണ്ടയും ഇതൊക്കെ ഇങ്ങനെ കുറെ 10-15 സാധനങ്ങൾ കയറുമ്പോൾ അതിന് അസാമാന്യമായ ശക്തി ഉണ്ടാവുകയും നമ്മുടെ ശ്വാസകോശത്തെയും ഇമ്മ്യൂണിറ്റി പവറേയും റെസ്പിറേറ്ററി സിസ്റ്റത്തിനൊക്കെ എൻഹാൻസ് ചെയ്യുകയും ഈ കൊറോണയുടെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോംസ് ആയി ലൈക്ക് ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് ചില ആൾക്കാർ, ഈ മൂകതയിലേക്ക് ഒക്കെ പോകുന്നുണ്ട്. ഇതിന്റെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഗുനിയ ഓർക്കല്ലേ, ചിക്കൻ ഗുനിയ ആൾക്കാർ ഗുനിയ വന്ന ശേഷം ഇങ്ങനെ കോഴിനെ കൂട്ട് കുഞ്ഞു നടന്നത്, അതാ പോസ്റ്റ് ഗുനിയ സിൻഡ്രോം ആണ്. അപ്പൊ അതേപോലെ കുറെ നാളുകൾ, ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നത്. അതിലേക്കൊക്കെ പോകാൻ തടയുന്ന ഒരു ന്യൂട്രീഷണൽ സപ്ലൈ ആണ് ഇതെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കും. നമ്മൾ 8-10 വിഷയങ്ങൾ ക്ലാസ് എടുക്കുകയുണ്ടായി. ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് കേട്ടോ. അതിനുശേഷം ന്യൂട്രിവിറ്റ എന്ന് പറയുന്നത്, കാരണം നമ്മൾ ന്യൂട്രിവിറ്റ പഠിച്ചപ്പോൾ ഒരാൾ എങ്ങനെയാണ് രോഗിയായി തീരുന്ന ശാസ്ത്രം നമ്മൾ പഠിച്ചു അല്ലേ, ഓർക്കുന്നുണ്ടാവും. ഒരു ക്ലാസ്സിൽ കുറെ കുട്ടികൾ 2 ബോളുമായിട്ട് ഓടുന്നതും ഒരു ബോൾ പോയി കഴിയുമ്പോൾ മറ്റേ ബോൾ തട്ടിപ്പറിക്കുന്നതും അതുപോലത്തെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതും. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ശരീരം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ക്ലാസ് എടുക്കുകയുണ്ടായി. അപ്പൊ അതിൽ നമ്മൾ അവിടെയാണ് നമ്മൾ ആന്റി ഓക്സിഡന്റിനെ കുറിച്ച് പഠിച്ചത്. അപ്പൊ ആന്റി ഓക്സിഡന്റുകളുടെ കലവറയായ ന്യൂട്രിവിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. നേരത്തെ അത്ഭുതം എന്ന പോലെ നമ്മുടെ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞ ഡയാമിക്സ്, ആരോട് ചോദിച്ചാലും, ഏത് ഷുഗർ രോഗിയോട് ചോദിച്ചാലും അവർ പറയുന്ന ആയുഷ്കാലം വരെ മരുന്ന് കഴിക്കണം എന്നുള്ളതാണ്. എനിക്കിന്ന് പത്തനംതിട്ടയിൽ നിന്ന് സുരേഷ് എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്, സുരേഷ് സാറിന് ഷുഗർ 650 ആയിരുന്നു. 650 എറർ എന്ന് പറഞ്ഞാൽ മെഷീനിലെ കാണിക്കില്ല, അടിച്ചു പോകും. അത്രയ്ക്ക് ഹൈ ഷുഗർ ആയിരുന്ന ഒരാള് ഇന്ന് 100-ൽ താഴെ ഷുഗർ എത്തിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചേക്കാണ്, ഡയാമിക്സിന്റെ അത്ഭുതം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജന്മം കൊണ്ട് അർത്ഥമുണ്ടാകുന്ന ഒരു തോന്നലുണ്ടാവും. കാരണം ജീവിതാവസാനം വരെ അവിൽപ്പതി പോലെ മരുന്ന് കഴിക്കാൻ വിധിക്കപ്പെട്ട കുറെ പേരെ അതിൽ നിന്ന് മുക്തരാക്കാൻ ദൈവം നമ്മളെ നിയോഗിച്ചല്ലോ ഭഗവാനെ. ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിന്റെ പുറത്താണ് ഇന്നിപ്പോ ഈ ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഹീമോപ്ലസിനെ കുറിച്ച് പഠിച്ചു, രക്തത്തെക്കുറിച്ചും രക്തത്തിന്റെ പ്രാധാന്യവും നമ്മൾ പഠിച്ചു, ഹൃദ്രോഗത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ദോഷങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ സൗണ്ട് ഹാർട്ട് മിക്സ് എന്ന അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. തൈറോയിഡ് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്ന അസുഖം, സിമ്പിളായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് കളയാണ് ഇവിടെ പതിവ്. പക്ഷെ അതിലേക്ക് പോവാതെ ഒരു രോഗിയെ സംരക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ജീവിതത്തിന്റെ മധുരം ആസ്വദിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൈവപ്പ് എന്ന ഉൽപ്പന്നം എന്ന് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്. നമ്മൾ തൈറോയിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സ്ത്രീകളുടെ ഒരു വലിയ വേദനയാണ് അല്ലെ, മെൻസസ് ഡിസോർഡേഴ്സ് ഇല്ലാത്ത പെൺകുട്ടികൾ 10 എടുത്താൽ 3 പേരേ ഉള്ളൂ, ബാക്കി 7 പേർക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിൽ നിന്ന് അതിന്റെ വേദന എന്നൊക്കെ അതിന്റെ ബ്ലീഡിംഗ് എന്നൊക്കെ അവർക്ക് മോചനം കൊടുക്കാൻ ഉൽപ്പന്ന മാർക്കറ്റിലുണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും വിളിക്കുക. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതിന്റെ സയൻസ് പഠിച്ചു. പുരുഷന്മാർക്ക് ആശ്വാസം കൊടുക്കുന്ന, പുരുഷന്മാരുടെ ടോട്ടൽ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന, വയസ്സാവുമ്പോൾ മസിലൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോവാതെ സംരക്ഷിച്ചു നിർത്തുന്ന, അവരുടെ ബീജത്തിന്റെ കൗണ്ടും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കൂട്ടുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ കുറെ പേർക്ക് ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ദേശീയ വിനോദമായ കള്ളടി, അത് വരുത്തിവെച്ച ലിവർ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ലിവിക്യൂറിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. പിന്നെ സ്ലിം ന്യൂട്രീഷൻ, മെലിയാൻ ആഗ്രഹമുള്ളവർ, മെലിയേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ വണ്ണമുള്ള ഒരാൾക്കാതെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾക്ക് അവസാന ദിവസമായതുകൊണ്ട് ബാക്ക് ടു പഴയ സബ്ജക്റ്റിലേക്ക് തന്നെ ഒന്ന് പോയിട്ട് നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ നമുക്ക് ഇന്ന് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? തുടങ്ങാം, അടിപൊളിയാക്കാം. യെസ്, ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേ. ഒരു യാത്ര ആരംഭിക്കാൻ പോവാ. താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ ഉറങ്ങുവാണെന്ന് ടെസ്റ്റ് ചെയ്താ. See how the immune system works.
ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആണ്. നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് ഇമ്മ്യൂണിറ്റി 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 എന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷേ ഈ ഇമ്മ്യൂണിറ്റി എന്താന്നുള്ളത് നമ്മുടെ മക്കളെ അടക്കം ഇരുത്തി പഠിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സെഷൻ ആരംഭിക്കാൻ പോവാണ്. ഹൗ ദ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക്സ്. നമ്മൾ കേൾക്കുന്നില്ലേ ഇമ്മ്യൂണിറ്റി 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 എന്ന്? ഇത് എങ്ങനെയാ അകത്ത് പണിയെടുക്കുന്നത് പഠിക്കണ്ടേ? അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പെർഫെക്റ്റ് ആയി അതനുസരിച്ച് കാര്യങ്ങൾ നീക്കി കൊടുത്താൽ പോരെ. നോക്കുക, ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒരു സിനിമയിലേക്ക് കൊണ്ടുപോവാണ്. സിനിമയുടെ ക്ലിപ്പിംഗ് അല്ല, പടം ഇട്ട് കാണിക്കാം. ഈ സിനിമ ഓർക്കുന്നുണ്ടോ? ബാഹുബലി. ബാഹുബലി. ആ കറക്റ്റ് കറക്റ്റ്, വിഷ്ണു ആണെന്ന് തോന്നുന്നല്ലോ. സി, ബാഹുബലിയില് ഇതെന്താണ്? ഒരു പ്രതിരോധമാണ് അല്ലെ? ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും ഒരു കോട്ട സംരക്ഷിക്കാൻ, ഒരു രാജ്യം സംരക്ഷിക്കാൻ വെറുതെ ചവറ് പോലെ നിൽക്കുവല്ല, ഒരു പ്രത്യേക സിസ്റ്റത്തിൽ അണിനിരന്ന് ഒരു ഫോഴ്സ് നിൽക്കുകയാണ്. ഇനി ഒരു ഫോഴ്സിന്റെ ഒരു രീതി മാത്രമല്ല ഒരു 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 രാജ്യം അഡോപ്റ്റ് ചെയ്യുക, അവർ പല മാർഗങ്ങൾ സ്വീകരിക്കും അല്ലെ? കോട്ട കെട്ടി അവിടെ അതിന്റെ മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ടാവും. ഇനി പല ഡിവൈസുകൾ വെച്ച് പല തരത്തിൽ പല സ്ഥലത്തും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ സിനിമയ്ക്കകത്ത് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. പല മേഖലയിൽ പല ആംഗിളിൽ പ്രതിരോധം അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നോക്കി എത്ര ടെക്നിക്കുകളാണ് അവർ അപ്ലൈ ചെയ്തത് അല്ലെ? ഈ സിനിമയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാനിത് കാണിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിന് ഇതേപോലെയാണ്. ശരീരത്തിന് ഇങ്ങനെ ഓരോരോ സംവിധാനങ്ങൾ ഓരോരോ സ്ഥലത്ത് ശരീരം എന്ത് ചെയ്തിട്ടുണ്ട്? ശത്രുക്കളെ തടയാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. പല സംവിധാനങ്ങൾ ഒരു പട്ടാളം എടുക്കുന്നത് പോലെ ശരീരത്തെ തടയാനായിട്ട് നമ്മുടെ ശരീരം തന്നെ ഒരു ബ്യൂട്ടിഫുൾ പ്രതിരോധ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും 3 ലെയറിലാണ്. ഒരു ട്രിപ്പിൾ ലെയർ, ശരിക്കും പറഞ്ഞാൽ 2 ലെയറേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെ 3 ലെയറാക്കി തിരിച്ചു തന്നേക്കാണ്. വേണമെങ്കിൽ നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്യുള്ളൂ. ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ബാരിയർ ഇമ്മ്യൂൺ സിസ്റ്റം. ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ബാരിയർ ഇമ്മ്യൂൺ സിസ്റ്റം. രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ്. ബാരിയർ, ഇന്നേറ്റ്, അഡാപ്റ്റീവ്. ബാരിയർ ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അക്വേർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, രണ്ടും ഒരു സാധനം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലാണ്. ഒരു ബാഹുബലി ഓർത്തെ, ബാഹുബലിയിലെ കൂട്ട് തന്നെ 3 തരത്തിലാണ് നമ്മളുടെ ഈ ശരീരം ഇങ്ങനെ ഒരു സാധനം പ്രിവെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ 3 തരത്തിലെന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണെ. ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ബാരിയർ ഇമ്മ്യൂണിറ്റിയാണ്. ബാരിയർ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് നമ്മുടെ തൊലിയാണ്, നമ്മുടെ സ്കിന്നാണ്. അപ്പൊ സ്കിൻ എന്ന് പറയുന്നത് വെറുതെ കാണാനുള്ള സാധനമല്ല. നമ്മുടെ ബാരിയർ ഇമ്മ്യൂൺ സിസ്റ്റം നയിക്കുന്ന മുന്നണി സംവിധാനമാണ് സ്കിൻ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ തൊലി. അപ്പൊ ഈ തൊലി എന്ന് പറയുന്ന അത് വെറുമൊരു തൊലിയല്ല കേട്ടോ. അതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട്. ഈ തൊലിക്കകത്ത് കുറെ തൊലിയുടെ പുറത്ത് കുറെ ബാക്ടീരിയ, ഫംഗസ് ഉണ്ട്. ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് തൊലിക്കകത്തുനിന്ന് കുറെ സാധനങ്ങൾ പുറത്തേക്ക് വരും. ഇങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ തൊലി നമ്മളെ സംരക്ഷിക്കുക. എന്നാൽ ഇതിന് തൊലി മാത്രമല്ല കേട്ടോ, ത്വക്ക് മാത്രമല്ല കേട്ടോ. ത്വക്കല്ലാതെ ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചപ്പോ, നമ്മുടെ ശരീരത്തിന് ഈ കൊറോണ വൈറസ് എങ്ങനെ മാരകമാകുന്നു എന്ന് പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ശ്വാസകോശം വർക്ക് ചെയ്യുന്ന കാണിച്ചായിരുന്നു. ശ്വാസകോശത്തിൽ ഒരു ബ്രഷ് പോലൊരു സാധനം പുറത്തേക്ക് പോകുന്ന ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഓർക്കുന്നുണ്ടോ? ഒരു സാധനം പൊടി വരുന്നതിനെ അത് ശ്വാസകോശം പുറത്തേക്ക് തരുന്ന ഒരു സാധനമുണ്ട്. അപ്പോ ഇത് നമ്മളുടെ സീലിയ എന്ന് പറയും. ഈ സീലിയ ഇതിന്റെ ഭാഗമാണ്, ഈ ബാരിയർ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ ശരീരം എവിടെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്? തൊലിപ്പുറത്ത് മാത്രമല്ല, ശ്വാസകോശത്തിന്റെ അവിടെ ശരീരം നമ്മളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി കണ്ണീര്, ഇത് ഈ ബാരിയർ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമ്മുടെ വയറിനകത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ കൂടുതലും ഇതൊക്കെ അണുക്കളൊക്കെ ഉള്ളിൽ ചെല്ലുക. ഈ പൈത്തജൻസ് എന്നൊക്കെ പറയാം. ഈ അണുക്കളൊക്കെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ, ബാക്ടീരിയാസും ഫംഗസും ഒക്കെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ വയറിനകത്ത് ഈ വളരെ ലോ pH ആയ, ഇപ്പൊ നമുക്കറിയാം മത്സ്യകൃഷി വളർത്തുന്നവർ ചെയ്ത് നോക്കിയേ, pH മാറിക്കഴിഞ്ഞാൽ മീൻ ചത്തുപോകില്ലേ? അതേപോലെ തന്നെ ഒരു പ്രത്യേക pH-ൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങൾ അകത്തേക്ക് എന്ന് കഴിയുമ്പോൾ ഈ വയറിനകത്തുനിന്ന് വേറൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും. അത് ലോ pH ആയിരിക്കും. ഇത് ഹാവി ചെയ്യുന്ന ഈ ബാക്ടീരിയസ് അവിടെ കിടന്ന് ചത്തുപോകും.
അങ്ങനെ ശരീരത്തിന് ഈ ബാരിയർ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ശരീരത്തിനുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ ഇമ്മ്യൂൺ സിസ്റ്റം. എന്നാൽ ഇവനെ പ്രതിരോധിച്ച് ഇവനെ തകർത്ത് ശരീരത്തിനകത്തേക്ക് ഈ അണുക്കൾ പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുക. അതാണ് ഇൻഏറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്നതിനെ വിളിക്കാൻ കാരണം ഇത് രണ്ട് വാക്കാണ്. ഇന്നേറ്റ്, ഇന്ന് എന്ന വാക്കിന്റെ അർത്ഥം ഇൻസൈഡ് എന്നാണ്. നേറ്റ് എന്ന് പറയുന്നത് ബോൺ എന്നാണ്. നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന, ജനിക്കുമ്പോൾ മുമ്പ് തന്നെ നമ്മുടെ അമ്മയുടെ ഗർഭാശയത്തിനുള്ളിൽ വെച്ച് തന്നെ നമുക്ക് കിട്ടുന്ന രോഗപ്രതിരോധ കഴിവാണ് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. ഞാൻ സാധാരണഗതിയിൽ മീറ്റിംഗ് എടുക്കുമ്പോൾ പറയാറുണ്ട് അല്ലെ, നമ്മുടെ അന്നത്തിന്റെ ക്വാളിറ്റിയെ പറ്റി. നമ്മൾ കഴിക്കുന്ന അന്നത്തിന്റെ ക്വാളിറ്റി, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഞാനൊരു സംസ്കൃത ശ്ലോകത്തിന്റെ ഗീതയിലെ ഒരു വാക്യം ഉദ്ധരിച്ച് തന്നെ പറയാറുണ്ട് അല്ലെ, അന്നാം ഭവന്തി ഭൂതാനിയും. നാം കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ മജ്ജയും മാംസവും രക്തവും ബീജവും അണ്ടവും ഒക്കെയായി മാറുന്നതെന്ന് ഞാൻ സാധാരണ എപ്പോഴും പറയാറുണ്ട്. അപ്പോ ഒരു കുട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും ക്വാളിറ്റി ഉള്ളതായിരിക്കണമെങ്കിൽ, ഇൻക്ലൂഡിങ് ഇന്നേറ്റ് സിസ്റ്റം, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ളതായിരിക്കണമെങ്കിൽ ആ കുട്ടി പിറക്കേണ്ടത് ഒരു ക്വാളിറ്റിയുള്ള ഭ്രൂണത്തിൽ നിന്നായിരിക്കണം. അണ്ടവും ബീജവും തമ്മിൽ സംയോജിച്ചാണ് ഭ്രൂണം ഉണ്ടാവുന്നതെങ്കിൽ ഈ ഭ്രൂണത്തിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് സംയോജിക്കുന്ന അണ്ടത്തിന്റെയും സംയോജിക്കുന്ന ബീജത്തിന്റെയും ക്വാളിറ്റിയാണ്. സംയോജിക്കുന്ന അണ്ടത്തിന്റെയും സംയോജിക്കുന്ന ബീജത്തിന്റെയും ക്വാളിറ്റി തീരുമാനിക്കുന്നത് ആ ആണും പെണ്ണും കഴിക്കുന്ന അന്നത്തിന്റെ ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് അന്നത്തിൽ തെറ്റിയാൽ സർവത്തിലും തെറ്റുമെന്ന് നമ്മൾ പറയുക. അതുകൊണ്ടാണ് ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ വിളിക്കുന്നതും അന്നം കറക്റ്റ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കേണ്ടത്. അപ്പൊ ലോകത്തിലെ എല്ലാത്തിന്റെ ബേസ് കിടക്കുന്നത് അന്നത്തിലാണ്. അതുകൊണ്ടാണ് പറയുക അന്നം ബ്രഹ്മ. ഈ അന്നത്തെ ധിക്കരിച്ച്, ഈ അന്നത്തെ കറക്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ഹോസ്പിറ്റലിൽ ഓടിപ്പോയി കെട്ടിട്ടും കാര്യമില്ല മക്കളെ, കാര്യമില്ല കൂട്ടുകാരെ, കാര്യമില്ല ചേട്ടന്മാരെ. അപ്പോ അന്നം കറക്റ്റ് ചെയ്യുന്ന ഒരു ജോലി, അതാണ് നമ്മൾ ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എല്ലാവരും തിരക്കായോണ്ട് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു, ആ കറക്റ്റ് ചെയ്യപ്പെട്ട അന്നത്തെ മാർക്കറ്റ് ചെയ്യുന്നു, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു, അതിന്റെ ആശയങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോ ഈ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം അത് ബെർത്തിൽ തന്നെ കിട്ടുമ്പോൾ അതിൽ കുറെ പടയാളികളുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത് ഇവരാണ്. ശ്വേതരക്താണുക്കൾ അഞ്ചാറ് ടൈപ്പ് ഉണ്ട്. ഞാൻ എല്ലാവരും ഒന്നും കാണിച്ചിട്ടില്ല. കുറെ ടൈപ്പ് ഉണ്ട്. അവർക്കെല്ലാം പല പല ഫങ്ഷൻസും ഉണ്ട്, പല പല ആക്ടിവിറ്റി ഉണ്ട് ഓരോരോ ഇതിൽ. ഞാൻ ഒരാളെ മാത്രം പറയും. ഇയാളാണ് ഇവിടെ കൂട്ടിലുള്ളത്, ന്യൂട്രോഫിൽസ് എന്ന് പറയും. ഈ ന്യൂട്രോഫിൽസ് നമ്മൾ ഇതാണ് ശ്വേതരക്താണുക്കൾ നമ്മൾ എപ്പോഴും കൂടുതൽ കാണുന്നതൊക്കെ. നമ്മുടെ രക്തത്തിന്റെ 60-70% ഉള്ളത് ഈ ന്യൂട്രോഫിൽസ് ആണ്. ഇവനെ ഈറ്റിംഗ് സെൽ എന്നാ വിളിക്കുക. ഇവൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മറ്റവർ വരുമ്പോൾ വിഴുങ്ങുന്ന ജോലിയാണ് ഇവനുള്ളത്. അങ്ങനെ പല തരത്തിലാണ് ഞാൻ നേരത്തെ ബാഹുബലി കണ്ട പോലെ ഇപ്പൊ ഇവരൊക്കെ ബാഹുബലിയിലെ പല സിസ്റ്റങ്ങളാണ് കേട്ടോ. ഇവർ ഓരോരുത്തരും ചിലര് വിഴുങ്ങുന്നവരുണ്ടാവും, ചിലര് അകത്ത് കയറി നശിപ്പിക്കുന്നവരുണ്ടാവും. അങ്ങനെ പല തരത്തിൽ നമ്മുടെ ശരീരത്തില് ഈ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ പടയാളികൾ, നമ്മൾ ഈ കാണുന്ന പടയാളികൾ നമുക്ക് വേണ്ടി യുദ്ധം വെട്ടാൻ നിൽക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ തൊലിയൊക്കെ തകർത്തുകൊണ്ട്, നമ്മുടെ ബാരിയർ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തകർത്തുകൊണ്ട് അകത്തേക്ക് കയറുന്ന ആൾക്കാരെ പ്രതിരോധിക്കാനുള്ള ജോലിയാണ് നമ്മുടെ ഈ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ പടയാളികൾക്ക് ഉള്ളത്. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, ഈ ബാരിയർ ഇമ്മ്യൂൺ സിസ്റ്റവും നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. കാര്യം എന്താ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് തൊലിയുണ്ട്. എന്നാൽ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ച് പറഞ്ഞത്. സാധാരണഗതിയിൽ എല്ലാവരും രണ്ടുതരം ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ച് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാറുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണമാണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവാം. അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം. അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം ഞാൻ നിങ്ങളെ ഈ ഓന്തിന്റെ പടം കാണിച്ചതെന്നറിയാമോ? ഈ ഓന്തിന്റെ പ്രത്യേകത എന്താ? അത് അഡാപ്റ്റ് ചെയ്യല്ലേ, അഡാപ്റ്റ് ചെയ്യും. ഇരിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് അവൻ എന്ത് ചെയ്യും, അഡാപ്റ്റ് ചെയ്യും. അതേപോലെ നമ്മൾക്ക് ജന്മനായി ഇല്ലാത്തതും എന്നാൽ നമ്മുടെ ജനനശേഷം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതുമായ ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഓർമ്മശക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആരുടെ? നമ്മുടെ ഓർമ്മശക്തിയല്ല,
നമ്മുടെ ഈ അകത്തുള്ള ഈ സെല്ലുകളില്ലേ, ഇതിനകത്ത് വ്യത്യസ്ത തരം സെല്ലുകളുണ്ട് കേട്ടോ, നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി കാണിച്ച ആൾക്കാരൊക്കെ ഇതൊക്കെയാണ്: ന്യൂട്രോഫില്ല്, ഡെൻട്രിക് സെല്ല്, ഈസ്നോഫില്ല്, അവരൊക്കെയാണ് നമ്മുടെ ശ്വേതരക്താണുക്കളെങ്കിൽ ഇതിന് ബി സെല്ലുണ്ട്, ടി സെല്ലുണ്ട്, ആന്റിബോഡീസ് ഉണ്ട്. ഇതിനകത്ത് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്ത് ഇവരാണ് ഉള്ളത്. അപ്പൊ ഇത് എന്താണെന്ന് ചോദിക്കും, ഈ ടി സെല്ലൊക്കെ മെമ്മറി സെല്ലുകളാണ്. മെമ്മറി സെല്ല് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ചോണേ. നമുക്ക് ഒരു തവണ ഒരു അണു അകത്ത് കയറി, ഒരു ബാക്ടീരിയ അകത്ത് കയറി. ബാക്ടീരിയ നമ്മുടെ ബാരിയർ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പൊളിച്ച് അകത്ത് കയറി. അവിടെ പോയി ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം അവനെ പ്രിവെന്റ് ചെയ്ത് അവനെ ഓടിച്ചു. അവനെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഓടിച്ച ചിലപ്പോ മൂക്കിന്, ഇപ്പൊ ഞാൻ പറയാം, ഒരാൾ നമ്മുടെ അകത്തേക്ക് വന്നു. രാജു എന്നയാൾ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. രാജുവിന്റെ മർമ്മം രാജുവിന്റെ മൂക്കാണ് എന്ന് നമുക്കൊരു ഇടി കൊടുത്തപ്പോൾ മനസ്സിലായി. രാജുവിനെ എവിടെ ഇടിച്ചിട്ടും ഏറ്റില്ല, മൂക്കിനിടിച്ചപ്പോ ഏറ്റു. അത് കഴിഞ്ഞിട്ട് രാജു പോയി. അപ്പൊ രാജുവിന് മൂക്കിനിടിച്ചാൽ രാജു ഓടും എന്നുള്ള ഒരു ഓർമ്മ, ഒരറിവ് ഇപ്പോൾ എനിക്കുണ്ട്. അപ്പൊ ഞാൻ അതുമായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ, അതുമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി രാജു എപ്പോ വന്നാലും നമ്മുടെ ഇന്നേറ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അറിയാം, ഇത് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനോട് അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ രാജുവിന്റെ മൂക്കിനിടിക്കാൻ പറ്റിയ ഒരാളുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ ഒറ്റ ഇടിക്കുമ്പോൾ പൊക്കോളും. അങ്ങനെ രാജുവിനെ എനിക്ക് ഇടിച്ച് ഓടിച്ചുവിടാൻ പറ്റും. ഇത് എന്താ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു തവണ വന്ന ഒരു ബാക്ടീരിയയെ കുറിച്ചുള്ള മെമ്മറി നമ്മുടെ ശരീരത്തിന്റെ ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ വീണ്ടും അതേപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം നമുക്ക് ഓൾറെഡി എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. നമ്മൾ ശരീരം ചിന്തിക്കേണ്ട, ഇവനെ ഏതിനെ വിട്ട് ഓടിക്കണം, ഇവനെ എങ്ങനെ പിടിക്കണം, ചവറ് പോലെ പിടിക്കണോ, ഇടിച്ചു പിടിക്കണോ, മൂക്കിനിടിച്ച് പിടിക്കണോ, വിഴുങ്ങണോ എന്നൊന്നും ശരീരത്തിന് പിന്നെ ആലോചിക്കേണ്ടി വരികയില്ല. അവിടെ പോയിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് ആ മെമ്മറി സെൽ അവന്റെ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പൊ ഈ ശരീരത്തിന് സിസ്റ്റം ഉണ്ട് കേട്ടോ. എങ്ങനെയെന്നറിയോ, ഇങ്ങനെ ഈ സാധനം വന്നു, ഒരു വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇത് പാസ് ചെയ്ത് അത് നേരെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ആരാണ് ഇവനെ നേരിടേണ്ടത് അവനെ കൊണ്ടുവന്നിട്ട് ഇവനെ നേരിട്ട് ഓടിക്കും. ആ ജോലിയാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനുള്ളത്. അപ്പൊ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കര പവർഫുൾ ആണ്, പക്ഷെ സ്ലോ ആണ്. കാരണം ഇവന്മാരൊക്കെ തോറ്റ് പിടിച്ചു കഴിഞ്ഞ് അവിടെ അറിയിപ്പൊക്കെ വന്നിട്ടേ ഇവൻ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും അസുഖം വന്നിട്ട് 4 മുതൽ 7 ദിവസം കൊണ്ടാണ് ആക്ട് ചെയ്യുക. നമുക്കൊരു പനിയൊക്കെ വന്ന് നമ്മളെ അതിലേക്ക് ഓടിക്കാനായിട്ട് നമുക്കൊരു പനി പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാരസെറ്റമോൾ കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറും, കഴിച്ചില്ലെങ്കിൽ 7 ദിവസം കൊണ്ട് മാറും. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതിന്റെ പുറകെയുള്ള രഹസ്യം ഇതാണ്. നോർമലി അത്രയും സമയം എടുക്കുമ്പോൾ നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആവുകയും അവനെ വന്ന് ഓടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ശരീരത്തിനകത്ത് നടക്കുന്ന പണി എങ്കിൽ എന്തിനാണ് നമ്മൾ ഇത് പഠിച്ചത്? പഠിച്ചതെന്ന് വെച്ചാൽ ഒന്നുകൂടി പറഞ്ഞുതരാം, എന്നിട്ട് വ്യത്യാസം കൂടി നമുക്ക് പറയാം. ഇതിന്റെ രണ്ടുകളുടെ വ്യത്യാസം ഒരു ചാർട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഡെവലപ്മെന്റ് ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പ്രസന്റ് സിൻസ് ബർത്ത്. ഇന്നേറ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ജന്മന ഉണ്ടാവും. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി പിന്നീട് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുക. കാരണം എന്താ, നമ്മൾ ജനിച്ച ശേഷം ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും അതിനെയൊക്കെ നമ്മുടെ ശരീരം ഓടിച്ചുകൊണ്ടിരിക്കുകയും ആ ഓരോ ബാക്ടീരിയയെ ഓടിക്കാൻ തക്കമുള്ള നോളജ് നമ്മളിവിടെ സേവ് ചെയ്യുകയും പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ആ നോളജ് ഉപയോഗിച്ചുകൊണ്ട് അവനെ ഈസി ആയിട്ട് ഓടിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു പ്രതിരോധ സംവിധാനമാണ് നമുക്കുള്ളത്. ഇനി സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൃത്യതയില്ല. നമ്മുടെ ഇന്നേറ്റിന് കൃത്യതയില്ല. ഇന്നേറ്റ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ന്യൂട്രോഫിൽസ് ഓടിച്ചാലും അവരോടിച്ചാലും ഇവരോടിച്ചാലും അങ്ങനെ ഒരു ആകപ്പാടെ ജഗപുകയാ, മൊത്തം അടിച്ച് പിടിച്ചോടിക്കും. ഒരു സ്പെസിഫിക് ആക്രമണമല്ല. പക്ഷെ അഡാപ്റ്റീവിന് സ്പെസിഫിക്കാ. വെറുതെ കുറെ പേരെ വിടൂല. അവനെ തട്ടാൻ ഇവൻ മതി എന്ന് പറഞ്ഞ അവനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അങ്ങോട്ട് വിടുകയുള്ളൂ. അവിടെ പോയിട്ട് നൈസായിട്ട് ആറ്റം ബോംബ് പണി കൊടുക്കുന്ന പോലെ പോയി പണി കൊടുത്തിട്ട് തിരിച്ചു വരും. റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഇന്നേറ്റിന് ഫാസ്റ്റ് ആണ്. തൊലി കഴിഞ്ഞ് മൂക്ക് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഒരുത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ അലർട്ടാവും. അപ്പൊ തുടങ്ങും നമ്മുടെ ഈ ഇന്നേറ്റിന്റെ പണി. മറ്റവൻ സ്ലോ ആണ്. മറ്റവൻ ആ കാര്യമൊക്കെ അവിടെ എത്തി പതുക്കെ എന്ത് ചെയ്യുള്ളൂ, അത് വരുള്ളൂ. പൊട്ടൻസി ലെസ് പൊട്ടന്റ്, മറ്റത് മോർ പൊട്ടന്റ്. പറഞ്ഞല്ലോ, കൂടുതൽ പവർഫുൾ ആണ്, കൂടുതൽ കഴിവുള്ള സാധനമാണ്. ഇനി പൈതൃകമൊന്നുമില്ല.
പൈതൃകമൊന്നുമില്ല ഇതിന്. അഡാപ്റ്റീവിന് പൈതൃകമൊന്നുമില്ല, മറ്റേതിന് പൈതൃകമുണ്ട്. കമ്പണൻസും ഡിഫറെന്റ് ആണ്. വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരാണ്, പോരാളികളാണ്. ഇന്നേറ്റിന്റെ കയ്യിലുള്ളത്, അഡാപ്റ്റീവിന്റെ കയ്യിലുള്ളത് ഈ സാധനങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ സാധനങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ആ ആന്റിബോഡിയുടെ ഒക്കെ സ്ട്രക്ചർ കണ്ടോ, ഇങ്ങനെ വി ഷേപ്പിൽ. അതായത് അവന്റെ ജോലി എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം വന്നു കഴിയുമ്പോൾ അതിനെ പോയിട്ട് ഈ വീക്കകത്ത് ലോക്ക് ചെയ്യും. വീക്കകത്ത് ലോക്ക് ചെയ്ത് പൊതിഞ്ഞു കൊടുക്കുമ്പോൾ മറ്റ് സെല്ലുകൾക്ക് മനസ്സിലായി ഇവനാണ് ആള്, അവന് നമ്മുടെ ആള് പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? മറ്റവൻ പോയിട്ട് അവരെ വിഴുങ്ങിക്കളയും. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ചേർന്ന് കുറെ പണിയെടുക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിവിടെ നിന്ന് വലിയ ഭീകരവാദമൊക്കെ അടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോ ഞാൻ ഇത്രയും നിങ്ങളെ പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ COVID-19 ഈസ് സോ ഡേഞ്ചറസ്. എന്തുകൊണ്ടാണ് ഈ COVID-19 വൈറസ് ഡേഞ്ചറസ് ആയി മാറുന്നത്? ഈ പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. എന്തുകൊണ്ടാന്ന് പറയാമോ? ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ട്. ഇമ്മ്യൂണിറ്റി പവർ കുറവായതും കോവിഡുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുക? സാധാരണ ചില ആൾക്കാർക്ക് ഒരു ജലദോഷം, പനി പോലെ വന്നു പോകുമ്പം കുറച്ചു പേർക്കെങ്കിലും അത് ഈ പറഞ്ഞതുപോലെ ശ്വാസകോശത്തെയും ശരീരത്തിന്റെ ബാക്കി കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറസിനെ എതിർത്ത് നിൽക്കാനുള്ള കഴിവില്ലായ്മയല്ലേ ആ രോഗം ഇത്രയും കൂടാ. ബിനിയമ്മ പറഞ്ഞത് കുറെ കറക്റ്റ് ആണ്. ഞാൻ അതിന്റെ സയന്റിഫിക് ക്ലാരിഫിക്കേഷൻ തരാം, ശ്രദ്ധിച്ചോണേ. നമ്മുടെ ശരീരത്തിന് 3 തരം ഇമ്മ്യൂണിറ്റി സിസ്റ്റം. 2 ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് ബാരിയർ തുളച്ച് കോവിഡ് അകത്ത് കയറി, അല്ലേ? കോവിഡ് അകത്ത് കയറി, അല്ലെ? നമ്മുടെ മാസ്ക്, അപ്പൊ നമ്മൾ കുറെ അവിടെ പ്രതിരോധിക്കുന്നുണ്ട്, നമ്മൾ അവരെ കുറെ പ്രതിരോധിക്കുന്നുണ്ട്. കുറെ ആൾക്കാരുടെ പിന്നെയും കോവിഡ് അകത്ത് കയറുമ്പോൾ അതിനെ ആരോടിക്കുന്നുണ്ട്? നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം അവരെന്ത് ചെയ്യുന്നുണ്ട്? കോവിഡിനെ ഓടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 90% ആൾക്കാർക്കും കോവിഡ് പ്രശ്നമല്ലാത്തത്. ഇനി ശ്രദ്ധിച്ചോണേ, അതും കഴിഞ്ഞ് അത്രയും ശക്തി ഇല്ലാത്തവരെ ആ പ്രതിരോധവും കഴിഞ്ഞ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ ആക്ട് ചെയ്യേണ്ടത് ആരാ? അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. പക്ഷെ ഈ കോവിഡ് വൈറസ് പുതിയതായത് കൊണ്ട് ആ അഡാപ്റ്റീവ് വൈറസ് സിസ്റ്റത്തിൽ ഇവനെ പ്രതിരോധിക്കാനുള്ള ആരും തന്നെ ഉണ്ടാവില്ല. മനസ്സിലായോ എങ്ങനെയാണ് കോവിഡ് വൈറസ് അപകടകാരിയായി മാറുന്നതെന്ന്? മനസ്സിലായി. അപ്പൊ ഇതാണ് അതിന്റെ പുറകിലുള്ള സയൻസ്. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ചിക്കൻ ബോക്സ് വന്നവർക്ക് പിന്നെ വരാതിരിക്കാൻ ഒക്കെ കാരണം എന്താ? ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. കാരണം ചിക്കൻ ബോക്സ് വൈറസിനെ ഒന്ന് ഓടിച്ചതിന്റെ ഒരു ഇമ്മ്യൂണിറ്റി പവർ എവിടെ നമ്മുടെ ശരീരത്ത് ഉണ്ട്. പക്ഷെ നേരത്തെ കൊറോണ വൈറസ് വന്നിട്ട് അതിനെയൊക്കെ പ്രതിരോധിച്ച് നമ്മൾ പിന്നെ നിപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം കുറെ കൂടി അലർട്ടായിട്ട് ആക്റ്റീവായിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ടാവും? മനസ്സിന്റെ വിൽ പവർ ഒരു ഘടകല്ലേ? എന്തോ? മനസ്സിന്റെ ഒരു വിൽ പവറും ഒരു ഘടകല്ലേ? അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. എല്ലാത്തിന്റെയും പ്രധാന ഇത് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും മനസ്സിന്റെ വിൽ പവറും മനസ്സിന്റെ ചിന്തയും ഒക്കെയാണ്. ഏറ്റവും വലിയ പവറും മനസ്സിന്റെ പവറാണ്. അതൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ഇതിന്റെ ഒരു അകത്തുള്ള പണി പഠിക്കണ്ടേ നമുക്ക്? തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു വിഷയത്തിലായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകാത്തത്, കേട്ടോ? അപ്പൊ ഇപ്പൊ കാരണം മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും പറയാ, നിങ്ങൾ ഇമ്മ്യൂണിറ്റി പിടിക്കണം, ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കി വെക്കണം. മറ്റവരവിടെ ഉണ്ട്. ഏറ്റവും സ്ട്രോങ് ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ പോലും ഇത് പുതിയതായതുകൊണ്ട് അവിടെ അവനൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവൻ ചിലരെയൊക്കെ മിക്സ് വിട്ട് ചിലപ്പോൾ അവനെ അവിടുന്ന് ഓടിക്കും. അതുകൊണ്ടാണ് ആൾക്കാർ രക്ഷപ്പെട്ട് വരുന്നത്. പക്ഷെ അപ്പൊ അവിടെയാണ് ഈ വാക്സിന്റെ ഒക്കെ വർക്കൗട്ട് ആവുക. മനസ്സിലായി? വാക്സിന്റെ ഒക്കെ ഉപയോഗം വരുന്നത് ആ സിസ്റ്റം എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഗോപാലൻ സാർ വാക്സിൻ എടുക്കാതിരിക്കേണ്ട, വാക്സിൻ എടുത്തോളൂ. വാക്സിൻ ഇടുക, ഗ്യാപ്പ് ഇടുക, മാസ്ക് ഇടുക, അതൊക്കെ ചെയ്യുക, കേട്ടോ? ഓക്കെ. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചെങ്കിൽ, ഇമ്മ്യൂണിറ്റി നമ്മൾ പഠിച്ചെങ്കിൽ, നമ്മൾ എല്ലായ്പ്പോഴും ഒരു സൊല്യൂഷൻ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെ? ഈ കൊറോണ വന്നപ്പോൾ ഞാൻ ഇമ്മ്യൂണോജൻ എന്നുള്ള സാധനത്തെ ഇത് ചെയ്യെങ്കിൽ ഇമ്മ്യൂണിറ്റി വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ഒരു ഉൽപ്പന്നമുണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ഉൽപ്പന്നം നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഇമ്മ്യൂണോ പ്ലസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത പറയുന്നത് ഇമ്മ്യൂണോജൻ ഒരു ക്യാപ്സ്യൂൾ ആണ്.
കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാർ കളിക്കുന്നതാണ് നല്ലത്. കുട്ടികൾ അത് കഴിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കാണ് ഒരെണ്ണം വരെ കൊടുക്കാം. പക്ഷെ ഗുളിക കഴിക്കുന്നതിനേക്കാൾ കുഞ്ഞു കുട്ടികൾക്ക്, ഇവൻ 2 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടികൾക്ക് ക്യാപ്സുലൊക്കെ കഴിക്കാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ അറ്റ് ഓൾ. അവർക്കൊക്കെ പാലിൽ ഭയങ്കര ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതേപോലെ പ്രായമായവർക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഇമ്മ്യൂണോ പ്ലസ് എന്ന് പറയുന്നത്. ഇമ്മ്യൂണോ പ്ലസും ഈസ് റിയലി മറ്റൊരു അത്ഭുതമാണ്. ഞാൻ നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം ഈ ചുറ്റുവട്ടത്തിലുള്ള സാധനങ്ങളാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഇതിന്റെ ഓരോ കണ്ടന്റും ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ പറയാ ഇതൊക്കെ ശരീരത്തിന് ആവശ്യമുള്ളതാണോ എന്ന് നോക്കുക. ഒന്ന് ബദാം പ്രതിരോധ ശക്തി നൽകുന്ന സാധനമാണല്ലോ. അതെ. കശുവണ്ടിപ്പരിപ്പ്. ചെല്ലി ചോദിക്കും, സാർ ഇതൊക്കെ കഴിച്ചാൽ വല്ലതും പറ്റുമെന്ന് ചോദിക്കും. അപ്പൊ ഞാനിപ്പോ ഈ കൂട്ട് കാണിച്ചു കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഈ കശുവണ്ടിപ്പരിപ്പായിട്ട് പൊടിച്ചു ചേർക്കല്ല കേട്ടോ. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇതിനകത്തുള്ള ന്യൂട്രിയൻസിന്റെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ അമുക്കുരം എന്ന് പറയുന്ന സാധനം, ഉണക്കമുന്തിരി എന്ന് പറയുന്ന സാധനമുണ്ട്, ഏലക്കയുണ്ട്, കുരുമുളകുണ്ട്, ഇത് നന്നാറി എന്ന് പറയുന്ന സാധനമുണ്ട്, ജീരകമുണ്ട്, മഞ്ഞളുണ്ട്, ഉഴുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ള സാധനങ്ങളാണോ? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എത്രമാത്രം നാച്ചുറൽ ആണെന്ന് നോക്കിയേ സാർ. അത് ഉഴുന്നാണോ അതാ അത് ഉലുവയാണോ? ഞാൻ ഉഴുന്നെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യപ്പോ കിട്ടിയതാ. അത് പക്ഷെ ഉലുവയാണ് സാർ ഇപ്പോൾ കാണിച്ചിരുന്നത്. ആണല്ലേ? അപ്പൊ ഞാൻ എടുത്ത സ്ലൈഡ് മാറിപ്പോയിരിക്കും കേട്ടോ, ക്ഷമിക്കാം. ഇത് ശരി, ഇത് ഉലുവയാണ്. സ്ലൈഡ് ശരിയാ. ഓക്കെ. അപ്പോ നമ്മൾ മലയാളത്തിൽ ഉഴുന്നടിക്കുമ്പോഴേ ചിലപ്പോ ഗൂഗിളിൽ അറിയാൻ പറ്റണമെന്നില്ല, സാറിയില്ല, നമുക്ക് മാറ്റി അടുത്ത ചേഞ്ച് ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോ നമ്മൾ ഓർക്കേണ്ട എന്നാന്നറിയോ, ഇപ്പൊ 1 കിലോ ഉഴുന്നൊക്കെ അല്ലെ 1 കിലോ ഉലുവയൊക്കെ വറ്റിച്ചു കഴിഞ്ഞാൽ 10 ഗ്രാം 15 ഗ്രാം ആണ് ഇതിന്റെ സ്വരസം കിട്ടുക. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേ, മനസ്സിലാക്കണേ. അപ്പോ ഈ ഒരു അറിവില്ലേ, ഈ ഒരു അറിവെന്ന് പറയുന്നത് ഉഴുന്നിനകത്തുള്ള ഇന്നോഫൈറ്റോന്യൂട്രിയന്റും അമുക്കുരത്തിലെ ഇന്നോഫൈറ്റോന്യൂട്രിയന്റും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പിലെ ഇന്നോഫൈറ്റോന്യൂട്രിയന്റും ഒക്കെ ചേരി ചെല്ലുമ്പോൾ അത് നമ്മുടെ ശരീരത്തില് ടോട്ടലായിട്ട് ഒരു അവയവത്തെ മാത്രമല്ല ടോട്ടലായിട്ട് എന്തൊക്കെ മാറ്റം വരുത്തുമെന്ന് പഠിച്ച് ഒരു സയന്റിസ്റ്റ് തയ്യാറാക്കിയ ഉൽപ്പന്നമാണ് നമ്മുടെ ഇമ്മ്യൂണോ പ്ലസ് എന്ന് പറയുന്നത്. അതിന്റെ ഗുണങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇത് ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ പരിഹരിക്കപ്പെടുന്നു. ഇത് പരിഹരിക്കുന്നു. ഹോർമോണുകൾ ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്തൊക്കെ പറ്റുമെന്നുള്ളത് നമ്മൾ ആ ഹോർമോണുകളെ കുറിച്ചുള്ള സിസ്റ്റത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വെബ് സീരീസ് ഇത് ഒരുപാട് ഗുണം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഇന്നേ വരെ ഒരു സാധാരണ ആംഗിൾ വെറുതെ ആരോഗ്യം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എത്രയോ പോയി. അപ്പോൾ ഹോർമോണുകൾ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഇൻബാലൻസ് പരിഹരിക്കുന്നതിൽ ഇത് നിർണായകമായ പങ്ക് വഹിക്കും. ഇത് ലിവറിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. ഇപ്പൊ ലിക്യൂർ പിൽസ് കഴിക്കുന്ന ആൾക്കാർ ഇത് ആഡ് ഓൺ ആയിട്ട് ഇതുകൂടി കഴിച്ചോളൂ, ബെസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ റിസൾട്ടും റിക്കവറിയും ഭയങ്കര വേഗത്തിൽ ഇത് സംഭവിപ്പിച്ചു തരും. ഇതൊരു പ്രതിരോധ ശക്തി നൽകുന്ന ഘടകമായി പ്രവർത്തിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ ആ ഇമ്മ്യൂണിറ്റി, അതിന്റെ ആ സ്ഥാനത്ത് ഇത് ഗംഭീരമായ റോള് വഹിക്കും. അപ്പൊ നമ്മുടെ മക്കളുടെയും കുട്ടികളുടെയൊക്കെ ആരോഗ്യം സേഫാക്കി വെക്കാനായിട്ട്, നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ നമുക്ക് സേഫ് ആക്കണം. ദൈവം അനുഗ്രഹിച്ച് ഗുരുതരമായ രീതിയിൽ കുഞ്ഞു മക്കൾക്ക് അവരുടെ ഈ ആ ഇമ്മ്യൂണിറ്റി സിസ്റ്റം സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം, പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹവും കൊണ്ട് അവർക്ക് ഇത് വലിയ കാര്യമായിട്ട് ഈ കൊറോണ വന്ന് പിടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ടല്ലോ. നമ്മൾ കുട്ടികളെ പുറത്തേക്ക് ഇറക്കുന്നില്ല, നമ്മൾ കുട്ടികളെ അകത്തിട്ട് കളിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്തുണ്ടാകും. പക്ഷെ ദൈവത്തിന് നന്ദി, നമ്മളെ മക്കൾക്ക് ഇത് അധികം അങ്ങോട്ട് വരുന്നില്ല. എന്നാൽ ഇന്നൊരു പുതിയ വാർത്ത വന്നിരിക്കുന്നു. ഇന്തോനേഷ്യയിലെ പുതിയൊരു വൈറസിന്റെ വകഭേദം വന്നിരിക്കുന്നു. നമ്മൾ ഓർക്കേണ്ട എന്താണെന്നറിയോ, നമുക്ക് ഉള്ള കാലം മുഴുവൻ ഇങ്ങനെ അടച്ചിട്ടിരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. 2, ഓരോ വൈറസ് വരുന്നു, കൊറോണ വരുന്നു, നാളെ അവന്റെ അപ്പം വരും, അമ്മ വരും, അവന്റെ അമ്മായിച്ചൻ വരും, അവൻ പറഞ്ഞത് കേട്ട അവന്റെ അളിയൻ വരും, ഇനി നാത്തും വരും, ഇതെല്ലാരും വരും. അപ്പോഴൊക്കെ നമ്മൾ ഈ ഓരോ ഇതിന്റെയൊക്കെ പുറകെ പോണോ? അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്,
നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, നമ്മുടെ ശരീരത്തിന് ഇതിന്റെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു 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 ദൈവത്തിന്റെ അനുഗ്രഹം കൂടി പറയാം. എന്റെ അമ്മമാർക്ക് ചിലപ്പോൾ പറയാൻ ഇഷ്ടപ്പെടില്ല. എനിക്ക് തോന്നുന്നത് സീരിയലിന്റെ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ നിർത്തിവെച്ചേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഴയ സീരിയൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കും. അത് കാണാൻ പോവാതെ ഒരു 1/2-3/4 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും നമ്മുടെ മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അടുക്കളയിൽ തയ്യാറാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആ സീരിയൽ കണ്ട് കളയുന്നത്. നേരത്തെ പറഞ്ഞ മനക്കെട്ടിയാണ് വലിയ കാര്യമെന്ന് പറഞ്ഞെങ്കിൽ അത് ആ മനസ്സിനെ ദോഷകരമായി ഇമ്പാക്ട് ചെയ്യുന്ന സാധനമാണ് സീരിയലുകൾ. നിങ്ങൾ എൻ്റെ മനസ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് സമയം ചിലവഴിക്കാതെ സ്വന്തം മക്കളെ കുറിച്ച് ഓർക്കുകയും അവർക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുകയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഇമ്മ്യൂണോ പ്ലസ്. ഇത് ക്ഷീണം അകറ്റി ഉന്മേഷം നൽകുന്നു. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരുടെ വിശപ്പ് വർദ്ധിപ്പിക്കാൻ ഇത് നല്ലതാണ്. മാംസപേശികളുടെ വികാസത്തിന് സഹായിക്കുന്നു. നമ്മുടെ കുട്ടികളൊക്കെ ആരോഗ്യത്തോടെ വരണ്ടേ, അപ്പൊ അവിടെ മാംസപേശികളൊക്കെ സ്ട്രോങ് ആയിട്ട് വളരാൻ ഹോർലിക്സും ബൂസ്റ്റും കമ്പനികളെ വളരുള്ളൂ, മക്കൾ വളരില്ല. അവർക്ക് ഈ പ്രകൃതിയുടെ നന്മയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇതൊരു എനർജി ബൂസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് നൽകുന്നത് വളരെ നല്ലതാണ്. കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും. അപ്പൊ നോക്കൂ, നമ്മുടെ മക്കളൊക്കെ ആരോഗ്യത്തോടെ വളർന്നാൽ മാത്രം പോരാ. നമുക്ക് ആഗ്രഹം എന്താ? പഠിച്ച് മിടുക്കരാവണം. അതിന് ബുദ്ധി വേണം. ആ ബുദ്ധിയുടെ അറകൾ തുറക്കണം, അല്ലെ? ബ്രഹ്മി നമ്മൾക്ക് അറിയാവുന്ന സാധനമാണ്. ബുദ്ധിക്ക് നമ്മൾ ബ്രഹ്മി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, അല്ലെ? അതേപോലെ തന്നെ ഫൈറ്റോന്യൂട്രിയൻസ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഈ സാധനം കൊടുക്കൂ, അവരുടെ ബുദ്ധി എൻഹാൻസ് ആവും. ഇത് ഉപയോഗിക്കുന്ന മൂലം ഊർജ്ജസ്വലതയും. നമുക്ക് ഈ കുട്ടികൾ പഴം പുഴുങ്ങിയ പോലെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുട്ടികൾ എപ്പോഴും നല്ല സ്മാർട്ടായിരിക്കണ്ടേ. അപ്പൊ അതിന് ആ ഊർജ്ജസ്വലത കൂട്ടാൻ നല്ലതാണ്. ഇനി വാർദ്ധക്യ അസുഖമുള്ളവർക്ക്, കുട്ടികൾക്ക് മാത്രമല്ല ഏത് പ്രായക്കാർക്ക് ഇത് കഴിക്കാം. വാർദ്ധക്യതക്ക അസുഖമുള്ളവർക്ക് അവരുടെ ക്ഷീണം മാറ്റാനും അവർക്ക് ശരീരബലം നൽകാനും ഒക്കെ ഈ സാധനം നല്ലതാണ്. അപ്പോ ഒരു കാര്യം കൂടെ പറയാം. ഉറക്കം നന്നായിട്ട് ഉറക്കം കിട്ടും. ഉറക്കം കിട്ടുന്നുണ്ട് അല്ലെ? എനിക്ക് എന്നെ അലട്ടിയിരുന്ന വലിയൊരു പ്രശ്നം സാറിനോട് പറഞ്ഞില്ലേ, ഭയങ്കര. അപ്പോൾ സാറ് പറഞ്ഞില്ലേ മൂഡ് എൻഹാൻസ്, ഇത് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അത് ശരിക്കും എനിക്ക് ഒത്തിരി അനുഭവമുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഇപ്പൊ ഈ ആരോഗ്യത്തിന്റെ സിസ്റ്റത്തില് നമ്മൾ അകത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ നമുക്കിനി പുറത്തെ നമ്മൾ സ്കിന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കിന്നിനെ കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പോ ഹെൽത്തി സ്കിന്ന് ഈസ് ഹെൽത്തി യു. സൗന്ദര്യത്തിനപ്പുറത്തേക്ക് നമ്മുടെ തൊലിക്ക് നമ്മുടെ ആരോഗ്യത്തിന് നിർണായകമായ പങ്കുണ്ടെന്ന് നമ്മൾക്ക് ഈ സെഷനിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം തൊലി എന്ന് പറയുന്നത് നമ്മളെ സുന്ദരമാക്കി നിർത്താൻ മാത്രമുള്ള സാധനമല്ല, നമ്മളെ ആരോഗ്യത്തോടെ കൂടി നിർത്താനുള്ള, തിളങ്ങുന്ന ചർമ്മമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഹെൽത്തി ആയ ഒരു സ്കിന്നുള്ള ഒരാൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൂടി അതിന്റെ ഭാഗം കൂടി ആയിരിക്കും അയാൾ എന്ന് പറയാം. നമുക്ക് ഈ സ്കിന്നിന്റെ അകത്തെ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്കിന്നൊരു ചെറിയ കളിയല്ല, നോക്കൂ. നമ്മുടെ തൊലിയാണ് കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിച്ചാണല്ലേ, സ്കിന്നിന് 3 ലെയറുകളുണ്ട്. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചതാണ്. അതിന്റെ അടിയിലേക്ക് നോക്കിയോ, എന്തൊക്കെ പണി നടക്കും. ഒരു തൊലിയുടെ അകത്ത് എന്തൊക്കെ പണി നടക്കുന്നുണ്ടെന്ന് നോക്കിയേ. വെറുതെ ഒരു നമ്മൾ ഈ കാണുന്നതിനകത്തേക്ക് നമ്മുടെ പ്രതിരോധം, ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ പോകുന്ന കുഴലുകൾ കണ്ടോ? അത് എവിടെയൊക്കെ പോയിട്ടെന്ന് നോക്കി. നമ്മുടെ ശരീരത്തിലെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രധാന അവയവമാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ, എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ, എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ, എവിടെയെങ്കിലും ഒരു സ്കിൻ അലർജി ഉണ്ടായാൽ, ഒരു രോഗമുണ്ടായാൽ രോഗപ്രതിരോധ ശക്തി കൂടുകയോ കുറയുമോ? കുറയും. അതിനെ സഹായിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ തിങ് ആണ് നമ്മുടെ സ്കിൻ ക്യൂർ ആണ്. സ്കിൻ കെയർ അല്ല, സ്കിൻ ക്യൂർ ആണ്. ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തുവല്ല. ഞാൻ നേരത്തെ കാണിച്ച മുഖം സൗന്ദര്യത്തിന് ലക്ഷണമല്ല. ഇവിടെ നമ്മൾ സ്കിന്നിനെ പഠിക്കുക, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സ്കിന്നിനെ പഠിക്കുക. അതുകൊണ്ട് സ്കിന്നിന്റെ സൗന്ദര്യത്തിനുള്ള സാധനമല്ല, സ്കിന്നിന്റെ ആരോഗ്യത്തിനുള്ള ഒരു സാധനമാണ് ഈ സ്കിൻ ക്യൂർ എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കിയാൽ ഇതിനകത്തുള്ളത് നോക്കൂ. ഇതിനകത്തുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ആര്യവേപ്പാണ്. ആര്യവേപ്പ് ഗുണമുള്ളതാണോ അല്ലയോ?
ഗുണമുള്ളതാണ്. നമ്മുടെ ചർമ്മരോഗത്തിന് നമുക്ക് എന്ത് വന്നാലും നമ്മൾ ആദ്യം ഇപ്പൊ മേത്ത് ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആര്യവേപ്പിന്റെ വെള്ളത്തിലിട്ട് നമ്മൾ അല്ലെ നമ്മൾ ചിക്കൻ കുളിക്കും. ബോക്സ് വരുമ്പോൾ ചിക്കൻ ബോക്സ് വരുമ്പോൾ നമ്മൾ ആര്യവേപ്പിന്റെ ഇലയിലാണ് കിടക്കുക. കാരണം ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ആര്യവേപ്പിന്റെ ഇലയ്ക്ക് വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട്. ചിക്കൻ ബോക്സ് രോഗം ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ആര്യവേപ്പ് എന്ന് പറയുന്നത് ഒരു നിങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് അറിയാൻ പറ്റും. ഇവിടെ പഴനിക്കൊക്കെ പോകുന്ന ഒരു തമിഴ്നാട്ടിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിടെ ആര്യവേപ്പിന്റെ അടിയിലാണ് മൊത്തം. ആര്യവേപ്പേ ഉള്ളൂ, എവിടെ നോക്കിയാലും ആര്യവേപ്പേ ഉള്ളൂ. അവരുടെ എന്താ പറയാ, നമുക്ക് പക്ഷെ ഇതിനെ അത്ര കണ്ടങ്ങ് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ആര്യവേപ്പിനെ നമുക്ക് അതിന്റെ നമുക്ക് മലയാളികൾക്ക് ഈ അരുചി ഒന്നും ഇഷ്ടമല്ല. നമുക്കെല്ലാം ഒരു സുഖം, ഒരു ഇഷ്ടം, അതൊക്കെയാണ് നമ്മുടെ. അതുകൊണ്ടാന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടിന്റെ സ്വഭാവം വെച്ചിട്ടാന്ന് തോന്നുന്നു നമ്മളിലുള്ള എന്റെ 100 ഇരട്ടി ആര്യവേപ്പ് തമിഴ്നാട്ടിലൊക്കെ വളരുക. അപ്പോ നൂറ്റാണ്ടിന്റെ വൃക്ഷമായിട്ട് ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്ത വൃക്ഷമാണ് നമ്മുടെ സ്വന്തം ആര്യവേപ്പ്. ഞാൻ ഇതിന്റെ ഗുണങ്ങൾ ഇങ്ങനെ നെറ്റിക്കർ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ 50 തന്നെ എടുത്തിട്ട് ഞാൻ നിർത്തി. എന്നിട്ട് ഞാൻ പിന്നെ സ്ക്രീനിൽ വന്നപ്പോൾ 35 തന്നെ സ്ക്രീനിൽ കാണിച്ചുള്ളൂ. അത്ര കണ്ട് ഗുണങ്ങളാണ്. നിങ്ങൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ആര്യവേപ്പ് എന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഞാൻ ഈ ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനത്തില് എനിക്ക് 2-3 പ്രോഗ്രാം ഉണ്ട്. ഒന്ന് കണ്ണൂര് എവിടെയാണ്, അത് ഞാനും ഒരു മിനിസ്റ്ററൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അന്ന് തന്നെ കുട്ടികൾക്ക് ഞാൻ മരങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ ഈ ആര്യവേപ്പ് മരത്തെയാണ് കുട്ടികളെ നമ്മുടെ നാട്ടിലെ ആര്യവേപ്പ് മരത്തെ ഐഡന്റിഫൈ ചെയ്യാനും ആര്യവേപ്പ് മരത്തെ ഒന്ന് പുതപ്പിക്കാനും ഒക്കെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുക. കാരണം അത്ര കണ്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു മരമാണ് ആര്യവേപ്പ്. ഇതിന്റെ ഫൈറ്റോ ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു സാധനമാണ് നമ്മളുടെ ഈ സ്കിൻ ക്യൂർ എന്ന് പറയുന്നത്. തുളസിയുടെ നൈർമല്യത്തെക്കുറിച്ചോ തുളസിയുടെ ഔഷധ മൂല്യത്തെക്കുറിച്ചോ ഒരു മലയാളിയെ നമ്മൾ സംസാരിക്കുകയും പഠിപ്പിക്കുകയും വേണ്ട. തുളസി അതിന്റെ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന സാധനമാണ് നമ്മുടെ സ്കിൻ ക്യൂർ. ഇനി അഗസ്ത്യച്ചീരയെ കുറിച്ച് ഞാൻ ഇന്നലെ കൂടി സംസാരിച്ചുള്ളൂ. അഗസ്ത്യച്ചീരയെന്നും അഗസ്ത്യക്കീരയെന്നും അഗസ്ത്യച്ചീരയെന്നും വിളിക്കപ്പെടുന്നു. അല്ലെ, അഗസ്ത്യമിനോട് കൊടുത്ത് വിളിക്കണമെങ്കിൽ ഒരു ചെടിക്ക് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അയഡിൻ കണ്ടന്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ഭൂമിയിലെ അപൂർവം ചെടികളിലൊന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് ഇത് കിട്ടുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഉണ്ടല്ലേ. അപ്പൊ ഇത് കുറെ കളറുണ്ട് കേട്ടോ. ഇത് വെള്ളയുണ്ട്, ഈ പറയുന്ന കളറുണ്ട്, കുറെ 2-3 കളർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ പൂ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതിന്റെ പൂ കഴിച്ചവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? നല്ല ടേസ്റ്റ് ആണ്. ഇലയ്ക്കൊരു അല്പം ചവർപ്പുണ്ട്, പക്ഷെ ഇലയും നല്ലതാണ്, ഇലയും ബെസ്റ്റ് ആണ്. ഈ അഗത്തിയുടെ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു നമ്മുടെ ലിവ് ക്യൂറിനകത്ത്. പിന്നെ മഞ്ഞൾ, നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ മഞ്ഞളല്ലേ പൊത്തുക. അതുകൊണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി കപ്പാസിറ്റി ഉള്ളൊരു സാധനമാണ് മഞ്ഞൾ. മഞ്ഞളിനകത്തുന്ന കണ്ടന്റില് ക്യാൻസറിനെ പോലും പ്രിവെന്റ് ചെയ്യാൻ കഴിയുണ്ടെന്നാ പറയാ. കുർക്കുമിൻ എന്നൊരു കണ്ടന്റ് മഞ്ഞളിനകത്തുണ്ട്. ഇത് സായിപ്പിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ കമ്പനികളെല്ലാം ഈ കുറുക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പൊടി പലപ്പോഴും മഞ്ഞപ്പൊടിയായിട്ട് കിട്ടുന്നത്. നമ്മൾ മേടിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, പക്ഷെ ഈ മഞ്ഞൾപ്പൊടിക്കകത്തുനിന്ന് കുറുക്കുമിൻ എടുത്തു കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കളർ മാറി അത് വെള്ള കളറാവുകയും അതിനകത്ത് ലെഡ്ക്രോമേറ്റ് എന്നൊരു സാധനം ചേർത്ത് കഴിയുമ്പോൾ അത് തിളങ്ങുന്ന മഞ്ഞയായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ തിളക്കം കിട്ടാത്തതും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് മഞ്ഞൾപ്പൊടിയും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് മിക്കതും മഞ്ഞപ്പൊടി ആവുന്നതിന്റെ രഹസ്യം ഇതാണ്. അപ്പോ അത്ര കണ്ട് വാല്യൂ ഉള്ള സാധനത്തെ, അതുകൊണ്ട് കടയിൽ നിന്ന് മഞ്ഞൾപ്പൊടി മേടിക്കുന്നത് നിർത്തുക. നിങ്ങൾ ഒന്നില്ലെങ്കിൽ കുടുംബശ്രീകളൊക്കെ ചേർന്നിട്ട് എവിടുന്നെങ്കിലൊക്കെ മഞ്ഞൾ സംഘടിപ്പിച്ചിട്ട് അത് ഉണക്കി പൊടിച്ച് അത് വീതം വെച്ചെടുക്കുക. വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, വലിയ തിളക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ മഞ്ഞളായിരിക്കും, അതിൽ കുർക്കുമിൻ ഉണ്ടായിരിക്കും. കുർക്കുമിൻ ആന്റി ക്യാൻസറസ് ആണ്, ലെഡ്ക്രോമേറ്റ് ക്യാൻസറസ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി കരിഞ്ജീരകം വളരെ ബെസ്റ്റായ ഒരു സാധനമാണ്. ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ തരാം. ആർക്കോ തൈറോക്യൂർ കഴിച്ചപ്പോൾ ഗ്യാസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. തൈറോക്യൂർ കഴിക്കുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യുന്നവർക്ക് കരിഞ്ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ആ ഗ്യാസ് ഫോർമേഷൻ മാറുകയും ശോധനയൊക്കെ ശരിയാകുകയും ചെയ്യും. കരിഞ്ജീരകത്തിന് അപാരമായ ഗുണമുള്ള ഒരു സാധനമാണ്. അത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് വെളിച്ചെണ്ണയാണ്.
വെളിച്ചെണ്ണ തന്നെയാണ്. നമ്മൾ കടയിൽ അതും ഇത് തന്നെയാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങള് ഞാനും ജോൺ ബ്രിട്ടാസുമായിട്ടൊരു പ്രോഗ്രാം ടി വിയിൽ കണ്ടു കാണും. അതില് സംസ്ഥാന മായം കണ്ടുപിടിക്കുന്ന വകുപ്പിന്റെ മേധാവി മീൻസ് അവരുടെ മേളിലേക്ക് ഒരാളുകൂടെ ഉള്ളെന്ന് തോന്നുന്നു. ആ മാമ ഉണ്ടായിരുന്നു. ആ മാമ ഓപ്പൺ ആയിട്ട് സമ്മതിക്കുന്നുണ്ട്, ഇവിടെ വരുന്ന വെളിച്ചെണ്ണയല്ല എന്നും. നമുക്ക് എവിടുന്ന ഇങ്ങനെ തന്നെ ചോദിക്കാം, നമുക്ക് എവിടുന്ന് ഇത്രയും വെളിച്ചെണ്ണ ഉണ്ടാകാൻ പറ്റുമെന്ന് നിഷ്കളങ്കമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ വിഭാഗമാണ്, ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിനെയൊക്കെ പിടിച്ച് അകത്തിടേണ്ടയും കേസെടുക്കേണ്ടത്. പക്ഷെ അത് തന്നെ നിസ്സഹായരായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന വെളിച്ചെണ്ണയെ അല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സീരിയലിന് വേണ്ടി ലാഭിക്കുന്ന സമയം ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കാനും ഈ ക്യാൻസറസ് ആയ വിഷാംശത്തെ അടുക്കളയിൽ നിന്ന് അകറ്റി നിർത്താനും അനാമയം എന്ന് വെച്ചാൽ ആമയം എന്നാൽ അസുഖം, അനാമയം എന്നാൽ അസുഖമില്ലാത്ത ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാനും നമ്മൾ മുന്നിട്ടിറങ്ങണം. നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ കുറിച്ച് മറ്റുള്ളവർക്ക് വലിയ ഉത്തരവാദിത്വമൊന്നും ഉണ്ടാവില്ല. ഇനി നാളെ ഒരു എലക്ഷൻ വന്നാൽ ഈ പറയുന്ന ഒരു കണ്ടീഷനും ഇവിടെ ഉണ്ടാവില്ല. ഇതെല്ലാം മാറ്റപ്പെടും. വീണ്ടും ആൾക്കാരെ പുറത്തിറങ്ങാൻ നിർബന്ധിതരാക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അമ്മ, അച്ഛൻ, മക്കൾ, അങ്ങനെ നമ്മുടെ ചുവരുകൾക്ക് ആരൊക്കെയുണ്ടോ, അകത്ത് ആരൊക്കെയുണ്ടോ അവരുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ എടുക്കുന്ന ആകാംക്ഷയും ഉത്കണ്ഠയും ഇവിടുത്തെ ഒരു സംവിധാനവും എടുക്കില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർപ്പിച്ചുകൊണ്ടും ഇതിന്റെ ഒന്ന് ഗുണം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ഇത് സോറിയാസിസിന് വളരെ ഗുണപ്രദമാണ്. സോറിയാസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നം, സ്കിന്നിൽ ഒരു ചെറിയ പൊട്ട് പോലും സ്കിന്നിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെങ്കിൽ ഇത്രയും പ്രദേശത്തെ സ്കിൻ ഡാമേജ് ആയാൽ അവരുടെ ഇമ്മ്യൂണിറ്റി എന്തായിരിക്കും? അവരുടെ ബാരിയർ ഇമ്മ്യൂണിറ്റിയുടെ പ്രധാന സംഭവം. അപ്പോൾ സ്കിന്നിന് പുറത്തുണ്ടാകുന്ന അലർജിയും ഇൻഫെക്ഷൻസും ഒക്കെ വെറുതെ നിസ്സാരമായി കളയരുത്. ഈ സാധനങ്ങൾ ബാധിക്കുന്നത് നമ്മളുടെ ഇപ്പോ സാർ നേരത്തെ മനഃശക്തിയെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ സ്കിൻ ഡിസീസ് ഉണ്ടാവും. മനസ്സും സ്കിന്നുമായിട്ടും മനസ്സും ഇതുമായിട്ടും ഭയങ്കര കണക്റ്റഡ് ആണ്. ഇത് സ്കിൻ അലർജിയെ തടയുന്നുണ്ട്. ഗജചർമ്മം എന്ന് പറയുന്നത് അറിയാലോ, ഈ ആനയുടെ കാല് പോലെ ഇങ്ങനെ ശരീരം ചൊറിഞ്ഞിങ്ങനെ പൊട്ടി വരുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതുപോലും പ്രിവെന്റ് ചെയ്യാൻ കഴിവുള്ള അത്രയ്ക്ക് പവർഫുൾ ആണ് ഈ സാധനം. അത്രയ്ക്ക് പെനിട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഇത് സൗന്ദര്യ വസ്തു അല്ല എന്നും ഇതെടുത്ത് മുഖത്തേക്ക് തേക്കരുത് എന്നും പറയുന്നത്. പലരും ഇതിന്റെ പുറത്തുള്ള ഈ പണം കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ഇത് തേച്ചാൽ വെളുക്കും, ഇത് തേച്ചാൽ ഗ്ലാമർ ആവും, സുന്ദരികളാവും എന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്ത് തേക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും വലിയ കുഴപ്പം കാണിക്കില്ല. കാരണം മുഖത്തെ കരിമംഗല്യം ഡോക്ടർ പറഞ്ഞിട്ടില്ല കരിമംഗല്യം മാറുന്നു. പക്ഷെ കരിമംഗല്യത്തിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് റിസൾട്ട് കിട്ടിയ അയാൾ പറയുമ്പോൾ മറ്റുള്ളവർ തേക്കുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇത് ഇത്രയും തീവ്രമാണ് ഇതിന്റെ കൂട്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഈ മുഖത്തെ സോഫ്റ്റ് സ്കിന്നിനോട് മര്യാദക്ക് പെരുമാറണമെന്നില്ല. അപ്പോൾ അവിടെ തേക്കുമ്പോൾ എന്തെങ്കിലും പൊട്ടോ പാടോ വന്നു കഴിഞ്ഞാൽ നമ്മളോട് വിളിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് സൗന്ദര്യവർദ്ധക വസ്തുവല്ല എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇത് ബാക്ടീരിയ, ഫംഗസ് എന്നിവയെ ചെറുത്ത് ചർമ്മത്തെ സംരക്ഷിക്കുന്നു. വരണ്ട ചർമ്മത്തെ മൃദുലമാക്കി നിർത്തും. നിങ്ങളുടെ കാല് വരണ്ടതാണെങ്കിൽ നിങ്ങൾ ഈ സാധനം എന്ത് ചെയ്യുക, ഒന്ന് വെറുതെ തൂത്ത് കൊടുക്കുക. ഇത് ഹോൾ ബോഡി നിങ്ങൾ തേക്കരുത് കേട്ടോ. ഇത് ഇൻഫെക്ഷൻ ഉള്ള ഭാഗത്ത് മാത്രമേ തേക്കാവുള്ളൂ. ഓർക്കേണ്ട കാര്യം, ഇത് തേച്ച സ്ഥലത്ത് നിങ്ങൾ സോപ്പിട്ട് കഴുകരുത്. കാരണം ഇതിന്റെ ആ എഫക്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇത് തേച്ച സ്ഥലത്ത് നിങ്ങൾ വെറുതെ വെള്ളം കൊണ്ട് മാത്രം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. വട്ടച്ചൊറി, എക്സിമ എന്നിവർക്ക് ഇത് വളരെ ഗുണപരമാണ്. ശരീരത്തിൽ കാണുന്ന ചൊറിച്ചിലിന് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതിനെ ഞാൻ ചർമ്മത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചർമ്മത്തിന്റെ ഭംഗിയെക്കുറിച്ച് ഞാൻ സംസാരിച്ച് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഹീമോപ്ലസ് ആണ്. അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത് ഹീമോപ്ലസും നിങ്ങളുടെ ടോട്ടൽ ശരീര സൗന്ദര്യം നിലനിർത്താൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വുമൺ പ്ലസും മെൻ പ്ലസും ആണ്. ഹീമോപ്ലസ് എന്ന് പറയുന്ന അകത്തുനിന്നാണ് പല പ്രശ്നങ്ങളും ചർമ്മത്തിന് പുറത്തേക്ക് വരുന്നതെങ്കിൽ അത് പരിഹരിക്കാൻ ഹീമോപ്ലസ് വേണം. അപ്പൊ നിങ്ങൾ സ്കിൻ കെയർ ഉപയോഗിക്കുന്ന എല്ലാവരും നിങ്ങൾ ഹീമോപ്ലസ് കൂടി അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി ഗുണം കിട്ടും. നമ്മുടെ സമയം 9:08 ആകുന്നു. നമ്മള് 9:15 8:15 തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഒരു 7 മിനിറ്റ്. അയ്യോ, ഇത് കഴിക്കാനുള്ളതല്ല, ഇത് മേത്ത് തേക്കാനുള്ളതാ. ഇത് ക്രീമാണ്. ഹീമോപ്ലസ് എല്ലാവർക്കും കഴിക്കാം. ഒരു സംശയം. ഹലോ സാറേ, നമ്മുടെ ഈ അരിമ്പാറയ്ക്ക് നമ്മുടെ ഈ സ്കിൻ ക്യൂർ അപ്ലൈ ചെയ്യാമോ? അരിമ്പാറയ്ക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡോക്ടർ പറഞ്ഞിട്ടില്ല നമ്മളോട്. സാറേ തേമലിനെ
തേമൽ എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ഈ വെള്ളപ്പാടൊക്കെ വീഴത്തില്ലേ? ഇല്ല, അങ്ങനത്തെ കേസിലേക്ക് നമ്മൾ ഡോക്ടർ ഒരു 58 നമ്പർ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഇതിൽ പറയാത്ത പ്രശ്നങ്ങളാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ഡോക്ടറെ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അവിടെ അദ്ദേഹം ഇതിന്റെ കോമ്പിനേഷൻ തരും നമുക്ക്. ഇത് ഉപയോഗിക്കുന്ന കൂടെ നിങ്ങൾ ഇന്നത് കൂടി ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് സ്പെഷ്യൽ ആയിട്ട് നമുക്കത് നമുക്ക് ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്താൻ പറ്റി. എന്താ പറയാ, അതിന് ദൈവത്തോട് നമുക്കെല്ലാം ചേർന്ന് ഒരു നിമിഷം ഒന്ന് നന്ദി പറയാം. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം എനിക്കറിയില്ല ഏതെങ്കിലും ഡയറക്ട് സെല്ലിംഗ് കമ്പനി അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഇത്രയും വിശദമായിട്ട് ഒരു വെൽനസ് സെഗ്മെന്റിനെ കുറിച്ച് ക്ലാസ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വെൽനസ് സെഗ്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ മേഖല ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് സെഷൻ ഏതെങ്കിലും ഒരു കമ്പനി അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. സോ അങ്ങനെ ഭംഗിയായിട്ട് പോകാൻ സാധിച്ചതിന് നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് നന്ദി പറയാം.